ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ. ഇവിടെയുള്ള പോലീസുകാർക്ക് വലിയ കൊടും കുറ്റവാളികളെയൊന്നും പേടിയില്ല. പക്ഷെ പേടിയുണ്ട്. ഒന്ന്, ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തെ. രണ്ട്, പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് തൊട്ട് മുന്നിലുള്ള ഈ വലിയ മരങ്ങളെ. ഏത് സമയവും തലയിൽ വീഴുമോ എന്ന പേടി. പണ്ടത്തെ ദേവി ലോഡ്ജ് 2006-ലാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനായി രൂപം മാറിയത്. അന്നു മുതൽ അസൗകര്യങ്ങൾ നിറഞ്ഞ കെട്ടിടത്തിൽ വീർപ്പുമുട്ടി കഴിയേണ്ട ഗതികേടിലാണ് പോലീസുകാർ. സർക്കാർ മാസം 33,000 രൂപ വാടക നൽകുന്ന കെട്ടിടം മഴ പെയ്താൽ റൂം 4 റിവറാകും. ചോർച്ചയ്ക്ക് താൽക്കാലിക പരിഹാരത്തിനായി മുകളിൽ ടാർപോളിൻ ഷീറ്റ്, പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര, ചിതലെടുത്ത ജനലുകൾ, അങ്ങനെ ദുരിതങ്ങളേറെ. ഈ രാത്രി കാലങ്ങളിലൊക്കെ വരുന്ന വാഹനങ്ങളിലൊക്കെ ബൈക്ക് ആക്സിഡൻറ്റ് ഒത്തിരി ഈ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളിലൊക്കെ തട്ടി, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വണ്ടികളിലൊക്കെ തട്ടി പിന്നെയും വീണ്ടും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇഷ്ടംപോലെ സ്ഥലം അവിടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ സർക്കാർ വേണ്ട രീതിയിലുള്ള താല്പര്യം എടുക്കാത്തതുകൊണ്ട്. പിന്നെ ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന ഒരു സ്റ്റേഷനാണ്. സ്റ്റേഷന് മുന്നിലെ റോഡരികിൽ പിടിച്ചിട്ടിരിക്കുന്ന അപകടക്കെണിയായ വാഹനങ്ങൾ മാറ്റാനും നടപടിയില്ല. പരാതികളെല്ലാം ഉള്ളിലൊതുക്കി മൃദുഭാവത്തിൽ ദൃഢമായ കർത്തവ്യങ്ങളുമായി കർമ്മനിരതരാണ് ശ്രീകാര്യം പോലീസ്. ഇനി പറയുന്നത് DGP അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനോടുമാണ്. ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഈ സ്റ്റേഷനിലെ പോലീസുകാർക്കും അവകാശമുണ്ട്. അതിനുള്ള അവസരമൊരുക്കണം. ഒരു നല്ല വൃത്തിയുള്ള പോലീസ് സ്റ്റേഷൻ ഇവർക്ക് നിർമ്മിച്ചു നൽകണം. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.